സാധാരണ എല്ലാ വീട്ടമ്മമാർക്കുള്ളൊരു ടെൻഷനാണല്ലേ, പിറ്റേന്ന് രാവിലെ എന്തായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു കോംബോ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നന്നായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാനും പറ്റും. അതൊരു വലിയ റിസൾട്ടാണ് തരുന്നത്. അപ്പോൾ അതിനെ പറ്റിയ ഒരു അടിപൊളി കിടുക്കാച്ചി റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നോൺ വെജൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ നിന്നൊരു പിടി നമ്മളെടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് അല്ലേ, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ കാണിച്ചു കൂട്ടാമെന്ന് വിചാരിച്ച്. അതൊരു ആശ്വാസമാണ് നമുക്ക്. അപ്പോൾ അതൊന്ന് ഒരു പൊട്ടറ്റോയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി കറിയാവും കേട്ടോ. ഞാനിപ്പോൾ ബീഫായാലും ചിക്കനായൊക്കെ ആയാലും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. നിങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കതൊരു കറിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നോൺ വെജിൻ്റെ നല്ലൊരു സ്മെല്ലും കിട്ടും, എന്നാൽ നമുക്കൊരു കോംബോ ഡിഷും ആയി കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എക്സ്ട്രാ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും തന്നെ എക്സ്ട്രാ ഇല്ല. സാധാരണ ബീഫ് കറിയുടെയൊക്കെ റെസിപ്പി തന്നെയാണ്. നമ്മൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേനും ആ ഒരു ഓൾ സ്പൈസസും അതുപോലെ ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഒന്നര ആ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട്, ചെറിയ ഉള്ളിയാണേ, കുറച്ച് നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ആ ഒരു പൊട്ടറ്റോ, ഞാനിപ്പോൾ 2 വലിയ പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്, അതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാല, ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആവത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഇച്ചിരി കറിയായിട്ട് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും, കുക്കറിലും കൂടി ആയതുകൊണ്ട്. കറി വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു ബീഫിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു കുറുകിയ ചാറുണ്ടാവും, അത് മതി. നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുത്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിരിക്കും വേവ്. എനിക്കിപ്പോൾ ഒരു 4 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബീഫൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. 4 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഓരോ കുക്കറിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രഷറെല്ലാം പുറത്ത് പോയതിന് ശേഷം അത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി ആ ചാറൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. നമ്മൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിക്കോ പൂരിക്കോ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ദോശയ്ക്ക്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ദോശയുടെ കൂടെയാണ് ബീഫ് കഴിക്കാൻ. അപ്പോൾ ദോശയ്ക്കൊക്കെ നമുക്ക് കോംബോ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിന്ന് പൊരിച്ച പത്തിരിക്കാണ് കോംബോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നെ അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ട് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.